ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കുക, കായംകുളത്തോടുള്ള ദേശീയപാത അതോറിറ്റിയുടെ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF കായംകുളം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ബഹുജന ധർണയും നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. പ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കുക, കായംകുളത്തോടുള്ള ദേശീയപാത അതോറിറ്റിയുടെ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ബഹുജന ധർണയും സംഘടിപ്പിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ONG ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ധർണ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വേറൊരു സമിതി ഇതിന് വേണ്ടിയിട്ടുള്ള സമരമാണോ ചെയ്തത്? ആ വേറൊരു സമരം ചെയ്ത സമരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരുമായിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടാക്കുന്ന സമരം. എന്തിനാ അതിൻ്റെ ആവശ്യം? ഇവിടെ പോലീസുകാരുമായിട്ട് ഏറ്റുമുട്ടേണ്ട കാര്യം? ഇവിടെ പോലീസുകാരുമായിട്ടെന്താ പ്രശ്നം? ഇവിടെ കേരള ഗവൺമെൻറ്റുമായിട്ടെന്താ പ്രശ്നം? ഇവിടെ രാഷ്ട്രീയ അതോറിറ്റി ഇവിടുത്തെ അവരുടെ അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇവിടെ ഒരു അണ്ടർപാസ് അനുവദിച്ച് അത് നടപ്പിലാക്കി തരാൻ തയ്യാറാകണം, ഉറപ്പ് പാലിക്കാൻ തയ്യാറാകണം. ആ ഉറപ്പ് പാലിക്കാൻ തയ്യാറാകണമെന്നതിനെ സംബന്ധിച്ചിടത്തോളം നിലപാട്. പിന്നെ വേറൊരു കുഴപ്പം ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് DPR തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ ഇത് ഇല്ല. DPR തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ ഇവിടുത്തെ MP KC വേണുഗോപാലാണ്. അദ്ദേഹത്തിന് ഇത് വേണ്ടെന്നായിരിക്കും ആഗ്രഹം. അതുകൊണ്ടാണ് സമരത്തെ അലങ്കോലപ്പെടുത്തിക്കൊണ്ട്, സമരത്തെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട്, സമരത്തെ വേറെ രൂപത്തിലൊക്കെ തിരിച്ചുവിട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനും MLAക്കും പാവം പിണറായിക്കും ഒക്കെ എതിരായിട്ട് ഇതൊക്കെ അങ്ങോട്ട് തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഈ സമരം അങ്ങനെ ക്ഷയിച്ചു പോകുമല്ലോ. അങ്ങനെ സമരം തനിയെ അസ്തമിച്ച് ഇല്ലാതായി പോയിക്കൊള്ളുമല്ലോ. താൻ വിചാരിച്ചതുപോലെ DPR തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ താൻ ഇടപെട്ടത് ഇവിടെ ഒരു അണ്ടർപാസ് വേണമെന്ന് പറയാതിരുന്ന KC വേണുഗോപാൽ പറയാതിരുന്നതിന്റെ ന്യായീകരണം ഇപ്പൊ കണ്ടെത്തുകയാണോ? വ്യക്തത വരുത്തേണ്ടതുണ്ട്. പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ വ്യക്തത വരുത്തിക്കൊണ്ട് പോകണേ. അവ്യക്തമായിട്ടൊന്നും ഇടാൻ പാടില്ല. വെറുതെ അതും ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താ നിങ്ങളായിരുന്നു ഇവിടുത്തെ MP DPR തയ്യാറാക്കുമ്പോൾ? ആ DPR തയ്യാറാക്കിയ സന്ദർഭത്തിൽ നിങ്ങൾ ഇതിനകത്ത് ഇടപെട്ടപ്പോഴത്തേക്ക് അത് അംഗീകരിച്ചില്ലെങ്കിൽ കായംകുളം ജനവിഭാഗത്തെ അന്നത് അറിയിച്ചോ? ഇക്കാര്യം പറയേണ്ടത് ഇതൊക്കെ പറയണേ. വെറുതെ വന്നിട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ ആലപ്പുഴ ബൈപ്പാസ്. LDF മണ്ഡലം കൺവീനർ A. ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. KH ബാബുജാൻ, U. പ്രതിഭ MLA. ഈ 45 മീറ്ററിനകത്ത് സർവീസ് റോഡ് വരണം, അതുപോലെ തന്നെ അവിടെ ഡ്രെയിനേജ് വരണം. ഇതെല്ലാ കാര്യങ്ങളും ഈ 45 മീറ്ററിനകത്ത് വരണം. അപ്പോൾ എങ്ങനെയാണ് ആളുകൾ പുറത്തോട്ടിറങ്ങുന്നത്? ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. വെള്ളം വരുമ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ കുറ്റമാണെന്ന് പറയുന്നതുകൊണ്ട് കാര്യമുണ്ടോ? അതിനെപ്പറ്റിയൊക്കെ വിശദമായി പറഞ്ഞു. DPR തയ്യാറാക്കിയ സമയത്ത് കുറ്റകരമായ മൗനമാണ് ആ കാലത്തെ 2017 കാലത്ത് അന്നത്തെ MP ചെയ്തത്. കുറ്റകരമായ മൗനമാണ്. രേഖകൾ വർത്തമാനം പറഞ്ഞിട്ടും ചിലർക്ക് തലയിലെ വെളിച്ചം വീഴുന്നില്ല. രേഖകൾ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ കേരളത്തിലെ MLAമാരോട് ആലോചിച്ചിട്ടല്ല ദേശീയപാത വികസനം. ഞങ്ങൾ അങ്ങോട്ട് പറയുകയാണ്, ഞങ്ങളോട് ആലോചിക്കണം, ഞങ്ങളെ ഡിസ്കസ് ചെയ്യാൻ വിളിക്കണം. പക്ഷേ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഏറ്റവും നീചമായ രാഷ്ട്രീയവും കൂടി, BJPയുടെ ധിക്കാരപരമായ രാഷ്ട്രീയവും കൂടി ദേശീയപാത വികസനത്തിൽ കലർത്തിയിട്ട് നാട്ടിൽ ജനപ്രതിനിധികൾ പറയുന്നതല്ല, നാട്ടിൽ ജനങ്ങളെ തെരുവിലിറക്കി എന്തൊക്കെയോ ബഹളം കാണിച്ചാൽ മാത്രമേ വികസനം വരത്തുള്ളൂ എന്ന തരത്തിലുള്ള ധാർഷ്ട്യം ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണുള്ളത്. ഇവിടെ ശരിക്കും ഇരുട്ടിന്റെ മറവിൽ മറഞ്ഞു നിൽക്കുന്നത് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയമാണ് എന്ന് കൂടി അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ ജനപ്രതിനിധികൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങളൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ ചില ജനപ്രതിനിധികൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് വരുത്തി തീർക്കുക ഒന്നുമില്ല. എന്നോട് തൊട്ടടുത്ത മണ്ഡലം ഹരിപ്പാട് മണ്ഡലത്തിലെ ശ്രീമാൻ രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഈ വിഷയത്തിൽ കയറി തലയിടരുന്നത് പ്രതിഭാന. അപ്പോൾ ഒരു മഹാൻ പറയുക, ആ രമേശ് ചെന്നിത്തല കായംകുളത്ത് MLA പറഞ്ഞു പറ്റിച്ചത്. എന്താ ഞാനെന്താ ശിശുവാ അംഗൻവാടിയിൽ പഠിക്കുന്ന എന്നെ പറഞ്ഞു പറ്റിക്കാൻ? ഞാനും ശ്രീമാൻ രമേശ് ചെന്നിത്തലയും കൂടി നിയമസഭയിൽ വെച്ച് മന്ത്രി മുഹമ്മദ് റിയാസിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം നിഷേധിക്കട്ടെ, ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ സംസാരിക്കാന്ന് പറഞ്ഞു. വേണ്ട, ഈ വിഷയം നമ്മളുടെ കയ്യിൽ നിൽക്കില്ല എന്നാണ് പറയുന്നത്. എന്നിട്ടും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഞാൻ മുഹമ്മദ് റിയാസ് മിനിസ്റ്ററുടെ ചേംബറിൽ പോയി നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു. ആദ്യം ഈ കായംകുളത്തെ പ്രശ്നമടക്കം ആദ്യം ഹരിത വി കുമാറുമായി ചർച്ച ചെയ്യാനായിട്ട് കളക്ടറേറ്റിൽ യോഗം വിളിപ്പിച്ചത് കായംകുളത്തിന്റെ നിങ്ങളുടെ MLA തന്നെയാണ്. ഒട്ടനവധി ഉറപ്പുകൾ അതിൽ പറഞ്ഞു. പക്ഷെ ഒന്നും പാലിക്കാതെ ഹരിത വി കുമാർ ഇവിടുന്ന് കളക്ടർ സ്ഥാനത്ത് നിന്ന് അവർ മാറുകയാണ്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇതിന് യഥാർത്ഥത്തിൽ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇവിടെ ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നത്. തുറന്നെന്താ അവരെന്താ മറുപടി പറയാത്ത? നിങ്ങൾ ശ്രദ്ധിച്ചോ? P. ഗാനകുമാർ, അഡ്വക്കേറ്റ് N. ശിവദാസൻ, ഷെയ്ഖ് P. ഹാരിസ്, R. ഗിരിജ, N. ശ്രീകുമാർ,
എ സുനിൽകുമാർ, ലിയാഖത്ത് പറമ്പി, ജയറാം, സക്കീർ മലഞ്ചേരി, ഐ ഷിഹാബുദ്ദീൻ, കെ മോഹനൻ, ഷാനവാസ് പറമ്പി, ബി അബിൻഷാ, എസ് നസീം, എസ് സുനിൽകുമാർ, ഐ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.